നമ്മുടെ ശിവഗാമി കുട്ടി എത്തുകയാണ്. Yes. സോ ലെറ്റ്സ് വെൽക്കം ശിവഗാമി കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ അയ്യോ Beauty, beauty. നല്ല രസം. ബൊമ്മ മഞ്ഞക്കിളി. മറ്റേ ഷോക്കേസിലൊക്കെ കൊണ്ടുവെക്കത്തില്ലേ അതുപോലെ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ 100 പിന്നെയും 100 നീ കൂട്ടേണ്ടി വരുമോ? കൂട്ടേണ്ടി വരുമോ? ശിവഗാമി കുട്ടിക്ക് വേണ്ടി മാത്രം നമ്മൾ മാർക്ക് കൂട്ടുന്നു. ഇപ്പൊ എത്ര 100ആയി? 600 ആയി. 600 600. എനിക്ക് തോന്നുന്നു 6 സെഞ്ചുറി. Yes. അയ്യോ സച്ചിൻ തെണ്ടുൽക്കറിന് പോലും പറ്റിയിട്ടില്ല. ഇന്ന് ഏതാണ് പാട്ട്? സൂര്യനായി തഴുകി ഉറക്കം. കാരണം അത് പറയുമ്പോ തന്നെ ആ വാക്കുകൾക്ക് എന്തെങ്കിലും വേദനിക്കോ? ഒന്നും വരരുത്. പിന്നെ ഇതെന്റെ അച്ഛന് വേണ്ടിയാണ് ഞാൻ പാടുന്നത്. അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം, എനിക്ക് മനസ്സിലായി. അപ്പൊ അമ്മ രണ്ടുപേരും അല്ലെ, രണ്ടുപേരോടും ആണ് ഇഷ്ടം അല്ലെ. ഈ പാട്ടിലെ അച്ഛനോടാണ്, അച്ഛനോടുള്ള ഇഷ്ടമാണ് പറയണത്. വെരി ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. വിദ്യാജി റൗണ്ടിലല്ലേ? അപ്പൊ ലിറിക്സ് ആരാ? ലിറിക്സ് കൈതപ്രം സാറ്. കൈതപ്രം സർ. വർഷം 2000. സിനിമ സത്യം ശിവം സുന്ദരം. പാടിയത് ബിജു നാരായണൻ സാറ്. Yes. ബിജു പാടിയ ഉഗ്രം പാട്ടാണ്. ബിജു. ഒരു കവിത ബിജു സൂപ്പർ ആയിട്ട് പാടിയിരിക്കുന്ന ഒരു സൂപ്പറായിട്ട് പാട്ടാണ്. പാടിയിട്ടുണ്ട്. ഇത് തന്നെ ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്. ബിജു ഒരു ഉഗ്രൻ പാട്ടുകാരൻ. അതെ അതെ അതെ. എനിക്ക് ഭയങ്കര എന്റെ മധുവിനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരനാണ് ബിജു നാരായണൻ. അപ്പൊ ബിജുവിന് ഒരു വലിയ ഹായ്. ഹായ് ബിജു. അപ്പം ഓൾ ദി ബെസ്റ്റ് ശിവഗാമി കുട്ടി. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്ന
ശിവകാമിക്കുട്ടി, എന്തോ എന്ത് ഫീലായിരുന്നു പാട്ടിന്. സൂപ്പറായിട്ട് പാടി ആ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഫീല് കൊടുത്തത്. പിന്നെ അച്ഛനെയാണല്ലേ ഇഷ്ടം കൂടുതൽ? അല്ല അമ്മേനെ. അമ്മയാണോ? അല്ല അമ്മേനെയാ. പാട്ട് കഴിഞ്ഞപ്പോ മാറ്റി പിടിച്ചോ? അതെ. ആ ആദ്യം അങ്ങനെയല്ല പറഞ്ഞേ. ഓക്കെ, രണ്ടുപേരും ഒരുപോലെ അല്ലേ? എനിക്ക് ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് ചരണം വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എഴുതുമീ സ്നേഹാക്ഷരങ്ങൾക്കും അപ്പുറം എന്നുള്ള ഭാഗം നല്ല ഭാവം കൊടുത്ത് പാടി. അവിടെ പൊതുവെ എല്ലായിടത്തും മോള് അതിലും മിടുക്കിയാണ്. കുറവുള്ള ഗായികയാണ്. പക്ഷെ ഇന്ന് ചില ചെറിയ 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 സ്ലിപ്സ് അവിടെയൊക്കെ ഉണ്ടായി. സൂര്യനായി എന്നുള്ളിടത്ത് സംഗതി പാടുമ്പോൾ സെക്കൻഡ് ടൈമിലൊക്കെ. പിന്നെ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ളിടത്ത് ആ ബേസ് കുറച്ചും കൂടി ക്ലാരിറ്റി വേണം തോന്നി. പിന്നെ അച്ഛൻ കേട്ടോ, അച്ഛനല്ല അച്ഛൻ. പിന്നെ എന്നും എൻ പുസ്തകത്താളിൽ മയങ്ങുന്ന സെക്കൻഡ് ടൈം. അനൂപേ ഒന്ന് പാടിയേ. എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്നു ആഹാ നന്മതൻ പീലിയാണച്ഛൻ. വെരി ഗുഡ് അനൂപ്. Thank you, ആ പിന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന തുണ്ട് പല്ലവി, അതുപോലെ തന്നെ സൂര്യനായി സ്ലിപ്പായി, ലാസ്റ്റ് ചരണത്തിലും സ്ലിപ്പായി. ആ സ്പീഡിൽ പാടുന്ന സംഭവം. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഫീലാണ് മോള് പാടുമ്പോൾ. അത് അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ, പാടുന്ന കേൾക്കുമ്പോൾ. വിദ്യാജിയുടെ പാട്ടിലെ പ്രത്യേകത എന്ന് വെച്ചാൽ മിക്കതും ലോങ് ഫ്രേസസ് ആയിരിക്കും. ശ്വാസം എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതിപ്പോ സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ അങ്ങനെ ലോങ് ഫ്രേസസ് ആണ് വരുന്നത്. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്ന് അച്ഛനെയാണ് എനിക്കിഷ്ടം. അപ്പൊ അങ്ങനെ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മിക്ക പാട്ടുകളിലും അങ്ങനെയുണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എവിടെയാണ് ശ്വാസം എടുക്കാനുള്ള ഗ്യാപ്പ് നോക്കി. മോള് അതിൽ വളരെ ബ്രില്യന്റ് ആണ്. അതെ, കറക്റ്റ് ഇരട്ട അക്ഷരം വരുന്നില്ലേ, ഇത്ത അച്ഛ, അത് വരുന്ന സമയത്ത് ഉറക്കമുണർത്തുമെൻ എന്ന് പറയുന്ന സ്ഥലത്ത് correct ഒരു അറിയുന്നില്ല. നമ്മൾ ആക്ച്വലി ഇന്നേഴ്സിൽ കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും ഡീറ്റെയിൽസ് കിട്ടാൻ ഈ പറ്റുന്നത്. അതൊരു പുസ്തകത്തിനിടയിൽ ശ്വാസം എടുക്കുന്നുണ്ട്. അതെ, പുസ്തകത്താളിൽ പക്ഷെ അത് ഡാമേജ്, പാട്ടിനെ ഒട്ടും ഡാമേജ് ചെയ്യുന്ന രീതിയിലാണ്. അതെനിക്ക് തോന്നുന്നത് ആരും പറഞ്ഞു കൊടുത്തിട്ട് വരുന്നതല്ല, നാച്ചുറൽ ആയിട്ട് അത് വരുന്നതാണ്. മിടിക്കുകയാണ് ആ കാര്യത്തിൽ. എല്ലാത്തിലും മിടിക്കുകയാണ്. പക്ഷെ ഇന്ന് കുറച്ചൊന്ന് അവിടെയൊക്കെ ചെറിയൊരു സ്ലിപ്പ് ഉണ്ടായിന്ന് മാത്രം. ഇത് ടഫായിട്ടുള്ള ഒരു പാട്ടാണ്, അങ്ങനെ ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന പാട്ടല്ല. എന്തായാലും മിടിക്കുകയാണ്. പാട്ടുകാർക്ക് എപ്പോഴും ഈ ശ്വാസവേഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുള്ളപ്പോഴാണ് പാട്ട് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ കുഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വരുന്നേ ഉള്ളൂ മോള്. അപ്പോൾ മോക്ക് കിട്ടിയിരിക്കുന്ന പാട്ടെന്ന് പറഞ്ഞാൽ ലോങ് ഫ്രേസസ് മാത്രമുള്ളൊരു സോങ്ങാണ്. ഇതിനെങ്ങനെ നമുക്ക് പോലും ചിലപ്പോൾ ഈ പാട്ട് ഒരൊറ്റ ശ്വാസത്തിന് പാടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് ഇടയ്ക്ക് ഒരു സ്പേസ് വേണം ശ്വാസം എടുക്കാനായിട്ട്. ആ രണ്ടാമത്തെ ചരണം പാടിയില്ലേ, ഒരു നമസ്കാരം. അതെ, എൻ്റെ കുഞ്ഞിന് അതങ്ങനെയൊന്നും പാടാൻ പറ്റൂല സാധാരണ ഒരാൾക്കും. ശിവകാമി കുഞ്ഞ് അത് വളരെയധികം ഇൻവോൾവ് ആയിട്ട് പാടി. കോംപ്ലിക്കേറ്റഡ് ടോൺസ് ആണ്. കോംപ്ലിക്കേറ്റഡ് നോട്ട്സ്, ടോൺസ്, ഇമോഷൻസ്, ഇതെല്ലാം വരണം ഈ പാട്ടിൽ. വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മോക്കിന്ന് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്, ഒരു ചെറിയ അങ്ങനെ അങ്കിള് തോന്നി. അങ്ങനെ പക്ഷെ എനിക്കും തോന്നി. കുഴപ്പമില്ല, ചില പാട്ടുകൾ അങ്ങനെ ആയിരിക്കും. അപ്പൊ ശിവകാമി കുഞ്ഞിന് നമുക്ക് ഒരു 97.25 കൊടുത്താലോ മധു? ഞാൻ എന്തായാലും എക്സ്ട്രാ ആഡ് ചെയ്യും. എനിക്ക് ആ ബ്രീത്ത് ചെയ്ത ടെക്നിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടെക്നിക്ക് പിന്നെ ആ ചരണം അതിന് കൊടുക്കണം മാർക്ക്. അപ്പൊ എത്ര കൂട്ടി കൊടുക്കും? 0.75. അപ്പൊ എല്ലാവരും കൂടെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.